ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഈ ആരാധനാലയത്തിൽ കടന്നു വന്നിരിക്കുന്നവരും ഓൺലൈനിലൂടെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. I welcome each one of you to this worship, and let's turn our attention to God's word. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, The Gospel of John chapter 2, അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. verse 10 and 11. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മതി. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. And this is a very familiar passage from Gospel of John chapter 2. പലപ്പോഴും നമുക്കൊരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടും നീതീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. And we many times use this for to justify certain things. പാസ്റ്ററെ, ഞങ്ങൾ അല്പം വൈൻ കുടിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? കർത്താവ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. Pastor, what is wrong if we just drink a little wine because Jesus turned water into wine? ഞാൻ ഇന്ന് ആ മേഖലകളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. പേടിക്കാതെ ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ വചനം കേട്ടാൽ. And I'm not going to touch on those topics. With reverence, let's listen to the word of God. ഇവിടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ഈ വചനം പറയുന്നു, അടയാളങ്ങളുടെ ആരംഭമായി ഫസ്റ്റ് മിറക്കിളായി കർത്താവ് ചെയ്തത്. And the word of God says in verse 11 that this is first of his signs. ഈ വിവാഹം യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് നടക്കുന്ന ഒരു വിവാഹമാണ്. And this wedding is happening according to the traditions of Jews. നമ്മുടെ ഇന്നത്തെ വിവാഹത്തിന്റെ രീതിയല്ല യഹൂദന്മാരുടെ വിവാഹ രീതി. And this is not according to how weddings happen today in our culture. ഇന്ന് നമ്മൾ 2-3 മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ വിവാഹത്തിന്റെ അല്ലെ ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം കൊണ്ട് നമ്മുടെ വിവാഹത്തിന്റെ എല്ലാ പ്രോഗ്രാം അവസാനിക്കും. And today our weddings might get over in 2 or 3 hours, or mostly within half a day or a full day. എന്നാൽ യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവാഹമാണ്. But the weddings of Jews it continue for a week long. ആഹാരം പോലെ തന്നെ അവിടെ പ്രാധാന്യമുള്ളതാണ് വൈൻ അല്ലെങ്കിൽ വീഞ്ഞ് എന്നുള്ളത്. The importance given to food, the same importance is also given to wine. തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും സെലിബ്രേഷന്റെ ഒരു സമയമാണ്. And it is a time of celebration where they drink and eat and marry. വിവാഹം അന്ന് ഇന്നും ഒരു സെലിബ്രേഷൻ ആണ്. A wedding was a celebration back then, and now also it's a celebration. എല്ലാവർക്കും സന്തോഷമില്ലെങ്കിലും കല്യാണം കഴിക്കുന്ന വരനും വധുവിനും സന്തോഷം കാണും. Even though not everybody is happy, but the bride and the groom are happier. അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. Or their families might be happy. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. And the close relatives would be happy. പിന്നെ എല്ലാവരും സന്തോഷിച്ചാലും ഏത് വിവാഹത്തിലും ചിലർ സന്തോഷിക്കാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. But I've seen many weddings, even though everybody is happy, but there are certain people who are not happy. അല്ലെ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. You can just go back and look at the photos and the videos. എല്ലാ കല്യാണത്തിനും നീണ്ട മുഖവുമായി കുറെ പേര് നിൽക്കും. There might be some people in weddings with long faces. ഈ കല്യാണമൊക്കെ കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി, എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു വാടിയ മുഖത്തോടെ നിന്നത്? After the wedding you might ask them, why are you here with a long face? അവരെ ഉടനെ പറയും, ഞങ്ങളെ വിളിച്ചത് ശരിയായില്ല. They might say they did not call us accordingly. ഞങ്ങളെ ഇരുത്താൻ എടുത്ത ചെയർ സീറ്റ് ശരിയായില്ല. They did not put us in appropriate seating. ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞും പിണങ്ങി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. There are many people with small issues, they would be upset because of that. പലപ്പോഴും കരയുന്നവരുടെ കൂടെ എല്ലാവരും കരഞ്ഞാലും സന്തോഷിക്കുന്നവരുടെ കൂടെ എല്ലാവരും സന്തോഷിക്കണമെന്നില്ല. Certain times people might not mourn with everybody who's mourning, but people will not be happy with other people. ഈ കല്യാണത്തിന്റെ പ്രത്യേകത, The speciality of this wedding, അവർ യേശുക്രിസ്തുവിനെ ഇൻവൈറ്റ് ചെയ്തു. they invited Jesus. അവരുടെ സെലിബ്രേഷനിൽ അവർ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്തു. They invited Jesus in their celebration. പലപ്പോഴും നമ്മളുടെ സെലിബ്രേഷനുകളിൽ നമ്മൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? Do we invite Jesus in our celebration? നമ്മുടെ സോറോസ്, നമ്മുടെ വേദനകളിൽ നമ്മൾ പലപ്പോഴും കർത്താവേ കർത്താവേ എന്ന് ആവർത്തിച്ചു വിളിക്കാറുണ്ട്. In our sorrows we call Jesus Jesus and we ask him to come. നമ്മുടെ കഷ്ടങ്ങളിലും വേദനകളിലും നമുക്ക് കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. We invite Jesus in our sorrows and difficulties. പക്ഷേ നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട്. But we have many celebrations. ബർത്ത്ഡേ ഉണ്ട്, We have birthdays. ഗ്രാജുവേഷൻ സെലിബ്രേഷൻ ഉണ്ട്, We have graduation celebration. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്. We have wedding anniversary. പലപ്പോഴും നമ്മൾ ഈ സെലിബ്രേഷനുകളിൽ നമ്മൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യാൻ മറക്കാറുണ്ടോ? But sometimes we forget to call Jesus into this celebration.
celebrations. പക്ഷേ സെലിബ്രേഷനിലും കർത്താവ് വരും, വേദനകളുടെ നടുവിലും കർത്താവ് വരും. But he comes in celebration, he also comes in midst of your pain. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. And it's a question to ask, do we invite Jesus in every പക്ഷേ celebration? ഈ സെലിബ്രേഷൻ നടക്കുമ്പോൾ But when this celebration was happening, അവിടെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. a thing happened in that wedding. ആ സംഭവം എന്ന് പറയുന്നത് അവിടെ വീഞ്ഞ് തീർന്നു പോയി. And the wine ran out in that place. വീഞ്ഞ് തീർന്നു പോയത് ഒരു അത്ഭുതമാണോ? Is it a miracle that wine ran out? അമേരിക്കയെ പോലെയുള്ള ഒരു വിവാഹം നടക്കുന്ന രാജ്യത്ത് In a country like America where weddings happen, ഫുഡ് ഒരിക്കലും ഫുഡ് കുറഞ്ഞു എന്ന് വരത്തില്ല. it never happens the food ran out. കാരണം ഒരു മാസം മുമ്പേ RSVP ചെയ്തവരെ കല്യാണത്തിന് വരത്തുള്ളൂ. Because people who have RSVP'd 1 month before only comes for the wedding. അതുകൊണ്ട് ഫുഡിനെ കുറിച്ച് ഒരു ടെൻഷൻ സംഘാടകർക്കില്ല. Therefore they don't have any tension about the food. അവർക്കറിയാം എത്ര പേര് വരുന്നുണ്ട്. They know how many people are coming. RSVP ചെയ്യാത്ത ആരും അധികം വരത്തില്ല. People who have not RSVP'd would not come. വന്നാൽ അവർക്ക് സിരിക്കാൻ സീറ്റും കാണത്തില്ല. Even if they come, they wouldn't have any seating to sit കാരണം there. അവരെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അവരുടെ പേരുണ്ടെങ്കിലേ അകത്ത് സീറ്റ് ഉള്ളൂ. Because when they look at in the front, if their name is there, then only they can sit there. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ കല്യാണം നടത്തണമെങ്കിൽ ഇവിടെ വെച്ച് നടത്തണം. But if you want to have wedding without tension, you need to have it in US. പക്ഷേ കേരളത്തിൽ പോയ വ്യത്യാസം വേറെയാണ്. But when you go to Kerala, it's a different story. യാതൊരു ഉറപ്പുമില്ല എത്ര പേര് വരുമെന്ന്. You don't know how many people would come. ചിലർ വരാമെന്ന് അന്ന് രാവിലെ പറഞ്ഞാലും ചിലപ്പോൾ മാറിക്കളയും. Some people might say that morning itself we are coming, but they might not come. ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കൂടുതൽ ആളുകൾ വന്നെന്ന് And വരാം. sometimes more people come from your അപ്പോൾ expectation. പലപ്പോഴും ഫുഡിന്റെ ഒക്കെ ക്ഷാമങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. So in our weddings in our Kerala, you might see some issues with the food there. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. What happened in this wedding at Cana, we don't know. വേഗത്തിൽ വീഞ്ഞ് തീർന്നു. And the wine ran out. ഈ വീഞ്ഞ് തീരുന്നത് വലിയ കാര്യമാണോ? Is it a big thing that the wine ran out? വീഞ്ഞ് തീർന്നെങ്കിൽ വെള്ളം കുടിക്കണം. When wine runs out, you should just drink. ആഹാരം ഉണ്ടല്ലോ ഇവിടെ. Food is there. വീഞ്ഞ് തീർന്നെന്ന് വിചാരിച്ച് ആരും മരിക്കത്തില്ലല്ലോ. People will not die if wine ran out. വീഞ്ഞ് തീർന്നെന്ന് വിചാരിച്ച് അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. There would not be big problems if the wine ran out. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ അത്ഭുതം നടന്നു. A miracle happened when Jesus fed 5,000. അത്ഭുതം നടന്നതിനകത്തൊരു അത്ഭുതമുണ്ട്. And in that miracle, another miracle happened. അതിനകത്തൊരു കമ്പാഷൻ ഉണ്ട്. There was a compassion in that miracle. കാരണം ഈ ജനം വഴിയിൽ കുഴഞ്ഞു വീഴാം. Because Jesus did not want this people to be tired on the way. വെറുതെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു ഷോ കാണിച്ചതല്ല. Jesus was not showing a show by feeding 5,000 people with 5 loaves. അവിടെ കർത്താവ് തന്റെ മനസ്സലിവ് വെളിപ്പെടുത്തി. Lord was showing his compassion there. കാരണം ഈ ജനം ഈ ആഹാരം കഴിക്കാതെ പോയാൽ വഴിയിൽ കുഴഞ്ഞു വീഴാം. Because this crowd will go back, they might fall on the way because of being tired. പക്ഷേ ഈ ഇവിടെ വീഞ്ഞു കുടിച്ചില്ലെന്ന് വിചാരിച്ച് ആരും കുഴഞ്ഞു വീഴത്തില്ല. But here in this wedding, if the wine ran out, they might not get tired because of ഇനി that. അധികം കുടിച്ചു പോയാലേ കുഴഞ്ഞു വീഴാൻ സാധ്യത. Only if they drink too much wine, they might fall down. എന്നാലും കുഴയാതൊക്കെ അങ്ങ് വീട്ടിലെത്തുന്നതിനായി സ്തോത്രം. But I thank the Lord, people are reaching back their home safely. Praise God. ഇവിടെ വീഞ്ഞു തീർന്നു എന്നുള്ളൊരു വലിയ വിഷമസന്ധിയിലായി. And it was a great time of pain that the wine ran out there. വീഞ്ഞു തീർന്നത് അകത്ത് വിരുന്നുശാലയിലെ ആ കലവറയിലാണ്, അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നിടത്താണ്. And the wine ran out in the place where the wine was stored. ഇത് പബ്ലിക്കലി വലിയ വാർത്തയല്ല. It was not publicly announced that. പക്ഷേ അവിടെ വേറൊരാളെ കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. But one person was also invited there. അത് പരിശുദ്ധാത്മാവ് എടുത്തെഴുതിയിട്ടുണ്ട്. And the Holy Spirit is highlighting that there. യേശുവിന്റെ അമ്മ മറിയേയും വിളിച്ചിരുന്നു. And Jesus' mother Mary was also invited there. എന്തായാലും അത് ബ്രൈഡ് ഗ്രൂമിന്റെ വരന്റെ സൈഡിൽ പെട്ടതാണ്. And she was from the groom's side. അതുകൊണ്ടാണ് ഈ മറിയ ആ വീട്ടിൽ വരാൻ കാരണം. That's why Mary came to that house. ഏറ്റവും അടുത്ത റിലേറ്റീവാ. She was the closest relative. ചിലർ പറയുന്നു, And some say, ഞാൻ നിങ്ങൾ ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം, and you should not tell anybody, I want to tell you. ഈ കല്യാണം യോഹന്നാൻ അപ്പോസ്തലന്റെ കല്യാണമായിരുന്നു. And some say this wedding was of John, the disciple John's wedding. അതുകൊണ്ടാണ് മറിയ അവിടെ വരാനെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. And some people say that's why Mary came there. Anyway, മറിയയ്ക്ക് ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണ്. And there was the closest relative of Mary. മറിയ അറിഞ്ഞു അകത്ത് വീഞ്ഞു തീർന്നു എന്നൊരു പ്രോബ്ലം. And Mary came to know that the wine ran out, and she came to know about that problem.
വീഞ്ഞില്ല എന്ന പ്രോബ്ലം അവൾ അറിഞ്ഞെങ്കിൽ, when she came to know that wine ran out, ഇത് എവിടെ എത്തിക്കണമെന്നും അവൾക്കറിയാം. and she knew where to take this problem to. പരിഹാരം എവിടെയാണെന്നും അവൾക്കറിയാം. She knew where is the solution to this ഇവിടെ problem. എനിക്ക് മറിയയുടെ കൃപ നിറഞ്ഞ അനുഭവം കാണാൻ പറ്റും. And I can see the experience of Mary with grace here. നമ്മുടെ വല്ല മറിയമാരും ആയിരുന്നെങ്കിൽ, If it was a Mary's of this time, അകത്തെ വീഞ്ഞു കുറഞ്ഞെന്ന് അറിഞ്ഞാൽ if they know that the wine ran out, ആ പഞ്ചായത്ത് മുഴുവൻ ഇളക്കിയേനെ. everybody would know about that. അത് അന്നേരം എനിക്കറിയാൻ കുറയുമെന്ന്. And she would say, I knew that the wine will run out. എന്നോടൊന്ന് ചോദിച്ചിരുന്നേ, ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുത്തേനെ. They should have asked me for the right measure of wine. അവർ എന്നോട് ചോദിച്ചില്ല. They did not ask me. എന്നോട് ചോദിച്ചിരുന്നേ ഒരു കുറവും വരത്തില്ലായിരുന്നു. If they would have consulted me, there would have not have been any lack for wine. ഇങ്ങനെ ആ പഞ്ചായത്ത് മുഴുവനും ചില മറിയമാർ And ഇളക്കിയേനെ. some Marys would have told the entire panchayat about that. ഇങ്ങനെയുള്ള ഒരു മറിയുണ്ട്, ഒറ്റ മറിയ മതി സഭയെ ഇളക്കാൻ. And if you have such Marys, one Mary is needed to create dispute in the church. പക്ഷേ ഈ മറിയയുടെ ദൈവകൃപ എന്താണെന്നറിയാമോ? But you need to know the grace of this Mary. അകത്തളങ്ങളിലെ പ്രോബ്ലം അറിഞ്ഞവളാണ് അവൾ. She knows the problems in the inside places. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, This morning I want to tell in the Holy Spirit, ഇങ്ങനെ പലരും ഇവിടെ ഒരുങ്ങിയിരിക്കുന്നെങ്കിലും, even though people are here prepared and seated here, അകത്തളങ്ങളിൽ നീറുന്ന പ്രോബ്ലം ഉള്ളവരുണ്ട്. there are people who have problems in their inner self. ഇതൊന്നറിയാൻ ചില കൃപയുള്ള മറിയമാർ എഴുന്നേൽക്കണം. And to know this problem, some Marys need to rise up with grace. അറിയുന്ന മറിയ മാത്രമല്ല, Not just the Marys who know about the problem, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന മറിയമാർ എഴുന്നേൽക്കണം. and the Marys who need to take these problems to the place where it is supposed to go. ഈ മറിയക്കറിയാം ഈ പ്രശ്നത്തിന് പരിഹാരം ഇവിടെ വന്ന നൂറുകണക്കിന് ആൾക്കാരുടെ കയ്യിലല്ല. ഈ പ്രശ്നത്തിന് പരിഹാരം യേശുക്രിസ്തുവിന്റെ അരികിലാണ്. And this Mary knew that the solution to this problem is not with all the crowd here, but it needs to go to Jesus Christ. അകത്തളങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. There are greater problems in the inner places. ഉൾമുറിയിൽ വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ There are some നടക്കുന്നുണ്ട്. problems happening in those inside places. നിങ്ങൾ ഇവർ കാണുമ്പോൾ കൈയടിച്ച് പാടുന്നുണ്ട്. You might see people clapping and praising God. നിങ്ങൾ കാണുമ്പോൾ അവർ സ്തുതിക്കുന്നുണ്ട്. When you look at them, they are praising God, പക്ഷെ അവരുടെ വീട്ടിലേക്ക് പോകാൻ അവർ ഭയപ്പെടുന്നു. but they are afraid to go to their house. ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരുടെ ഭവനത്തിനകത്തുണ്ട്. And there are some issues in their house because of which they are afraid. അസമാധാനം കൊണ്ട് നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. And there are places where they do not have any peace there. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. And there are situations which cause them grief. ഇത് അറിയാൻ ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. Let the Holy Spirit raise up some people to know about these things. മറിയ ഇത് അറിഞ്ഞവളാണ്. Mary knows about these. അറിഞ്ഞത് മാത്രമല്ല, അവൾ അതിന് പരിഹാരകന്റെ അടുത്ത് എത്തിക്കുകയാണ്. Not just she came to know about this, but she took it to the person who can solve this. ഇനി ഒരു കാര്യം പറയട്ടെ. I want to tell you one more thing. വീഞ്ഞ് തീർന്നതല്ല. Wine did not run out. വീഞ്ഞ് തീർന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും, Even though we think the wine ran out, ഇതിനകത്തൊരു ദൈവത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. and there is a program of the Lord in this. ഈ വീഞ്ഞ് തീർന്നത് ആക്സിഡന്റലി അല്ല. And the wine did not run out accidentally. ഈ ഭവനത്തിനകത്തെ കണക്കൂട്ടലുകൾ തെറ്റിച്ചത് ആക്സിഡന്റലി അല്ല. The calculations of the preparation of this house did not happen accidentally. ഇത് ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. It was the program of the Lord. നമ്മുടെ പ്ലാനുകൾ ചിലപ്പോൾ തെറ്റും. Our plans sometimes change. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചില പദ്ധതികൾ മാറി മറിയും. Sometimes some purposes of our life will change. നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റും. Our calculations might be changed. നമ്മൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ പറ്റാതെ വരും. We might want to reach that place at that time, but we might not be able to reach പക്ഷേ there. നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? And why do our calculations fail? നമ്മുടെ പ്ലാനുകൾ മാറി മറിയുന്നത് എന്താണെന്ന് അറിയാമോ? Why do our plans change? ആശ്ചര്യപ്പെടരുത്. Do not be amazed. അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയരുത്. Do not say why this happened to me. ഏത് വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും, And whatever circumstances come in your life, the Lord has a purpose. ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. The Lord wants to reveal His glory there. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കും? How many of you believe this morning? ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് What I am facing this morning, എന്റെ കണക്കുകൂട്ടലിന് അപ്പുറത്താണ്. beyond my calculations. പക്ഷേ എന്റെ കർത്താവ് തന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുത്തും. But my Lord will reveal His glory in this. ആമേൻ പറഞ്ഞു ദൂത് ഏറ്റെടുക്കും. And say amen and receive this. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാലും,
Even though your calculations are failed, യേശു തന്റെ മഹത്വം അവിടെ the വെളിപ്പെടുത്തും. Lord will reveal his glory there. ഇവിടെ വീഞ്ഞു തീർന്നുവെങ്കിൽ, Even though the wine ran out here, മനുഷ്യന്റെ കണക്കൂട്ടലുകൾ the തെറ്റിയെങ്കിൽ, calculations of men failed here, പരിഹാരകൻ മുന്നമേ അവിടെ വന്നിട്ടുണ്ട്. and the one who will solve this has, യേശു ഇവിടെ വന്നിരിപ്പുണ്ട്. Jesus is there. യേശു ഉള്ള പടകിൽ The boat in which Jesus is there, കൊടുങ്കാറ്റടിച്ചുയർന്നാലും, even though storms may hit that boat, തിരമാല ഉയർന്നാലും, the waves will rise up against it. യേശു ഇവിടെ ഉണ്ടെങ്കിൽ, If Jesus is there, രാവിലെ യേശു ഇവിടെ ഉണ്ട്. this morning if Jesus is നീ here, അനുഭവിക്കുന്ന വേദന അറിയാവുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. the Jesus is here who knows the pain you are experiencing. അവൻ ഇതിന് പരിഹാരം വരുത്തി തരാൻ കഴിവുള്ളവനാ. He is able to give solution to നമ്മുടെ this. കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിയാം. You need to experience this, Lord. നമ്മുടെ കർത്താവിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയാം. You need to experience the power of our Lord. വിശ്വാസത്തിന്റെ മൂടുപടം മാറട്ടെ. Let that veil of unbelief go away ഓ റാബ ശംബര. അതിനെ കടന്ന് വിശ്വസിക്കുക. and believe him without boundaries. ആമേൻ. Hallelujah. മറിയ ഇത് കർത്താവിന്റെ അടുത്ത് എത്തിച്ചു. Mary took this problem to the Lord. പ്രശ്നങ്ങൾ ഒരുപാട് പേരോട് പറയുന്നതിനേക്കാൾ ഒരാളോട് പറയണം. Instead of telling your problems to so many people, tell it to one person. നിങ്ങൾ ഒരാളോട് പറയാതെ 10,000 പേരോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. Instead of telling to that one person, you tell it to 10,000 people. There is no point in that. നിങ്ങൾ റൈറ്റ് പേഴ്സന്റെ അടുത്ത് കാര്യം എത്തിച്ചിട്ടുണ്ടെങ്കിൽ, If you take your problem to the right person, എനിക്ക് മറിയയുടെ മറുപടി ഇഷ്ടപ്പെട്ടു. and I like the response of Mary. അവൻ എന്നോടൊന്നും പറഞ്ഞില്ല, He did not say anything to me, പക്ഷെ അവൻ എന്തെങ്കിലും പറയും. but he will say something. അവന്റെ കാതിൽ ഒരു വിഷയം ചെന്നിട്ടുണ്ടെങ്കിൽ, If any problem has reached the ears of our Lord, അവൻ എന്തെങ്കിലും പറയാതിരിക്കത്തില്ല. he will not sit without saying anything. അവൻ എന്തെങ്കിലും കൽപ്പിക്കാതിരിക്കത്തില്ല. He will not sit without commanding anything. മറിയ കർത്താവിന്റെ വിഷയം അറിയിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. And there is a word Mary says once she tells the problems to Jesus. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്താൽ മതി. Do whatever he tells you. മറിയ എന്ത് ചെയ്യണോന്ന് പറഞ്ഞില്ല. Mary did not say what to do. പ്രശ്നമേ പറഞ്ഞോളൂ. She only told the problem to Jesus. നമുക്ക് ഇൻഫോം ചെയ്യാനേ ദൈവം അനുവാദം തന്നിട്ടുള്ളൂ. God has allowed us to only inform him. അഡ്വൈസ് ചെയ്യേണ്ട ദൈവത്തെ. We don't need to advise God. അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും We കൊടുക്കണ്ട. don't need to give instruction to God. കർത്താവേ ഇങ്ങനെ ചെയ്താട്ട്, Do not say to God, do like in this way. കർത്താവേ അങ്ങനെ ചെയ്താട്ട്, Do in this way, Lord. ഒന്നും അങ്ങോട്ട് പറയണ്ട. You don't need to say that. വിഷയം പറഞ്ഞാ മതി. You just need to say to inform him. ഈ കർത്താവിനറിയാം എങ്ങനെ കാര്യം കൈകാര്യം ചെയ്യണം. And this Lord knows how to handle that. ചിലപ്പോ തൊടാനല്ല ദൈവത്തിന് നിയോഗം. Sometimes the Lord is not leading to touch you. ദൈവത്തിന് ഇങ്ങോട്ട് വരാനും നിയോഗം കാണത്തില്ല. Lord might not have the leading to come here. പക്ഷേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. But just say a word. അവന്റെ ഒരു ദൂതനെ ഒന്ന് വിട്ടാ മതി. If he just releases one of his അവന്റെ angels, സാന്നിധ്യം ഒന്ന് ഇറങ്ങിയാ മതി. if his presence just comes down, ദൈവം എല്ലാം ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. and Lord does everything in a specific way. അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. And I want to explain that. ഇവിടെ ഈ ആത്മീയ ദൂതുകൾ തിരിച്ചറിയണം. And you need to understand these spiritual things here. അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. And she understood one thing. എങ്ങനെയായിരിക്കും മറിയ ചെന്ന് കർത്താവിനോട് പറഞ്ഞത്? How would have Mary presented this to Jesus? എടാ മോനെ, My dear son. അങ്ങനെ വിളിച്ചൂടായോ? She would have addressed him like that. കഴിഞ്ഞ 30 വർഷവും ഈ അമ്മ മോനേന്ന് എന്നല്ലേ വിളിച്ചേ? All the back 30 years she'd been addressing him as son. മോനെ എന്ന് വിളിക്കുമ്പോഴും And when she addresses him as son, അവളുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ച ചില ദൂതുകളുണ്ട്. and there are certain things which she has treasured in her heart. കഴിഞ്ഞ 30 വർഷമായിട്ട് അത് ഒതുക്കി വെച്ചേക്ക്. And she has treasured those for 30 years. ഈ മകനെ വളർത്തുമ്പോഴും അവൾക്കറിയാം. When she was raising the son, she knew. ദൂതൻ പറഞ്ഞ ദൂത്. She knew what the angel said. ശിമയോൻ കയ്യിലെടുത്ത് വിറയ്ക്കുന്ന കൈകളോട് ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ദൂത്. And she knows what Simon the prophet, when she took the boy in his hand and prophesied, she knows. ഈ കുഞ്ഞിനെയും ഉദരത്തിലിട്ടുകൊണ്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ആ എലിസബത്ത് പറഞ്ഞ ദൂത്. And she knows when she was carrying this child what Elizabeth prophesied to her. വളരെ വിദൂരതയിൽ നിന്ന് ആട്ടിടയന്മാർ പറഞ്ഞു വന്ന ദൂത്. And she knows when the shepherds came and prophesied. ആ വിദ്വാൻമാർ പറഞ്ഞ ദൂത്. And she knows what the wise men said to her. അവൾക്കറിയാം ഒരു സാധാരണ കുഞ്ഞല്ലിത്. And she knows this is not an ordinary child. യെശയ്യാവ് പറഞ്ഞ അത്ഭുത മന്ത്രിയാണ്. And he is what Isaiah prophesied, that and he is a mighty God. So അവൾക്കറിയാം എൻ്റെ മകൻ ആരാണ്. And she knows who her son is. തിരിച്ചറിയണം.
This morning you need to understand എന്റെ കർത്താവ് ആരാണ്? who my God is, എന്റെ രക്ഷകൻ ആരാണ്? who my Savior is, എന്റെ ഉള്ളത്തിൽ വന്നവൻ ആരാണ്? the one who came inside of me, who that God ഈ is. തിരിച്ചറിവാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ജ്വലിപ്പിക്കുന്നത്. And this realization will make you burn in your prayer. ഈ തിരിച്ചറിവാണ് നിങ്ങൾ ആരാധനയിൽ ജ്വലിക്കുന്നത്. And this revelation will make you worship. അവൻ ആരാണെന്ന് അവൾക്കറിയാം. And she knew who her God is. ദൂതന്മാർ പാടിയതും When the angels sang, ആട്ടിടയന്മാർ പറഞ്ഞതും when the shepherds said, വിദ്വാൻമാർ the പറഞ്ഞതും wise men said, സെക്രിയാവ് പറഞ്ഞതും what Zechariah said, എലിസബത്ത് പറഞ്ഞതും what Elizabeth said, ഹന്ന പറഞ്ഞതും what Hannah said, എല്ലാം ഈ കാതുകളിലുണ്ട്. everything her ears have heard. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കൂടെ നടക്കുന്ന കർത്താവ് ആരാണ്? Do you know who the Lord who is walking with you? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഇടയൻ ആരാണ്? Do you know the shepherd who is with you? അവൻ സർവശക്തനാണ്. He is Almighty God. അവനെല്ലാം അറിയാവുന്നവനാണ്. He is all-knowing God. അവൻ മറിയ പുത്രനായ കർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. And Mary informed this problem to her son. എന്നിട്ട് ബാല്യക്കാരോടും പറഞ്ഞു. And she said to the servants, ഞാൻ കാര്യം അറിയിച്ചിട്ടുണ്ട്. I have informed the Lord. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ Do whatever he tells you. എന്താ കൽപ്പിക്കാൻ പോന്നെന്ന് എനിക്ക് I അറിയത്തില്ല. don't know what he's going to tell you. അവൻ എന്താ പറയാൻ പോന്നെന്ന് എനിക്ക് അറിയത്തില്ല. I don't know what he's going to advise you. പക്ഷെ അവൻ എന്തെങ്കിലും പറയും. But he will say something. ഞാൻ ദൈവമക്കളോട് ഉറപ്പായി പറയാം. And I want to tell you with full നിങ്ങൾ assurity. എഴുതിയിട്ടോ. You can write it down. ഏത് ക്രൈസിസിന്റെ നടുവിലും In midst of any crisis, നിങ്ങൾ അവനെ കാതോർത്താൽ when you look unto him, എന്തെങ്കിലും പറയാതിരിക്കത്തില്ല. he will not be silent. ഒരു പാട്ടിന്റെ രണ്ട് വരിയെങ്കിലും തരാതിരിക്കത്തില്ല. He will at least give you 2 verses of a song. ഒരു ബലം തരാതിരിക്കത്തില്ല. He will not leave without giving you a strength. തകരാൻ ദൈവം അനുവദിക്കത്തില്ല. He will not allow you to be in ഈ distress. വിശുദ്ധ ബൈബിൾ പറയുകയാണ്. And this holy Bible says, എവിടെല്ലാം ഭക്തന്മാർ പ്രതിസന്ധിയിലായിട്ടുണ്ടോ, and wherever saints of God were in distress, അത് മരുഭൂമിയിലാണെങ്കിലും, even though he was in the wilderness, അത് തകരുന്ന even കപ്പലിലാണെങ്കിലും, though he was in a boat where they were അത് distressed, പത്മോസിന്റെ ദ്വീപിലാണെങ്കിലും, even though in the island of അത് Patmos, പാറക്കെട്ടിലാണെങ്കിലും, even though in the cleft of the rock, അത് കാരാഗൃഹത്തിലാണെങ്കിലും, even though in the prison, ഈ കർത്താവ് ഇറങ്ങി വരാതിരിക്കത്തില്ല. the Lord has come down always. അവൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന He will ദൈവമാണ്. come down and talk. ഹല്ലേലൂയ. Hallelujah. എത്ര നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ We സേവിക്കുന്നത്. serve such a good God. കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. And the Lord started talking. കർത്താവിന്റെ കണ്ണുകൾ ഇമ്മീഡിയറ്റ്ലി പോവുകയാണ്. And the eyes of the Lord were immediately going. അകത്ത പാത്രങ്ങളിലാണ് empty ആയത്. And the wine ran out in the inside stone jars. പക്ഷെ കർത്താവിന്റെ കണ്ണു പോയത് But the eyes of the Lord went to പുറത്തെ പാത്രത്തിലോട്ടാ. The eyes of the Lord went to the stone jars which were outside. വീഞ്ഞു പാത്രമായി empty ആയത്. The wine jars were empty inside, പക്ഷെ കർത്താവ് നോക്കിയത് കൽപാത്രത്തിലാണ്. but the Lord was looking at the stone jars. കൽപാത്രത്തിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ല. And the water in the stone jars were not used for drinking. അത് കാല് കഴുകാൻ പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്. They were used for purification and cleansing of the feet. നമ്മൾ കുടിക്കാൻ കിട്ടുന്ന വെള്ളം കൊണ്ട് മുഖം കഴുകാറുണ്ട്. Do we drink the water which we use to wash our face? കുടിക്കാൻ നമുക്ക് കിട്ടിയ വെള്ളം കൊണ്ട് കൈ കഴുകാറുണ്ട്. Do we use the drinking water to wash our hands? പക്ഷെ കൈ കഴുകുന്ന വെള്ളം എടുത്ത് കുടിച്ചിട്ടില്ല. But we never use the water which we use to clean our hands to drink. കഴുകാൻ വെച്ചേക്കുന്ന വെള്ളം കുടിക്കാറില്ല. The water which was kept for cleaning, we don't drink it. കർത്താവിന്റെ കണ്ണുകൾ എങ്ങോട്ടാ പോയെന്നറിയാം. Where did the eyes of the Lord went? ഒരു അത്ഭുതം ചെയ്യാൻ സമയമായപ്പോൾ When the time came for the miracle, കൽപാത്രം പുറത്ത് കിടക്കുന്ന പാത്രമാണ്. the 6 stone jars were kept outside. അത് അവഗണിക്കപ്പെട്ട പാത്രമായിരിക്കും. And they were not seen by anybody. അത് വലിയ ആളുകൾ ആരും വലിയ അറ്റൻഷൻ കൊടുക്കാത്തതായിരിക്കും. And nobody was paying much attention to those jars. ഇതൊരു വലിയ പ്രശ്നമാണ്. And it's a big problem. അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. There are people who seek for attention. അവർക്ക് എപ്പോഴും ഇങ്ങനെ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. They always want attention. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? Haven't you seen some children? നമ്മൾ ഗസ്റ്റ് ആയിട്ട് വീട്ടിൽ ചെന്ന് When you as guests go there, വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ when we say big things, ഇവർ അവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്യും. they will start doing small things there. ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. They will start making noise. കൈയടിക്കാൻ തുടങ്ങും. They will start clapping hands. കാരണം കുറച്ചു നേരത്തേക്ക് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നു. Because for some time they are not getting attention.
ഇതൊരു വലിയ പരാതിയാണ്. And this is a big complaint. ഞാൻ ഒരു കാര്യം പറയാം. I want to tell you one thing. ആരുടെ അറ്റൻഷൻ നമ്മുടെ മേൽ വന്നില്ലേലും, Even though nobody pays attention to us, അവഗണിച്ചു എന്ന് തോന്നിയാലും, even though we feel people are rejecting us, സമയം വരുമ്പോൾ when the right time comes, ഉന്നതന്റെ കണ്ണ് എൻ്റെ മേൽ വരും. the eyes of my Lord will be on. ഉന്നതന്റെ അത്ഭുതം എൻ്റെ മേൽ The നടക്കും. miracle of the Lord will be in my life. മനുഷ്യർക്ക് നമ്മളെ അവഗണിച്ചു നിർത്താൻ ഒരു സമയപരിധി ഉണ്ട്. There might be a time for the men to reject us, or മനുഷ്യർക്ക് നമ്മളെ തള്ളി മാറ്റാൻ ചില പരിധികളുണ്ട്. there might be boundaries for man to keep us aside. പക്ഷേ ഒരു സമയം വരികയാണ്. But there will come a time. ഈ അകത്തെ വീഞ്ഞ് തീരുന്ന ഒരു സമയമുണ്ട്. There will come a time when the inside jar wine will run out. ആ തിളങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ എംപ്റ്റിയാകുന്ന ഒരു സമയമുണ്ട്. There will come a time when the shining jars will become empty. പക്ഷേ വലിയ തിളക്കമില്ലാതെ പുറത്തിരിക്കുന്നവന് അകത്ത് കയറാൻ സമയം വരാൻ പോവുകയാണ്. But there will come a time that jars which are not shining, for them to go inside, time will come. കർത്താവിന്റെ കണ്ണുകൾ ആ കൽപാത്രങ്ങളിലേക്ക് പോയി. The eyes of the Lord were on those stone jars. ആരും പ്രതീക്ഷിക്കാത്ത കൽപ്പന. And nobody were expecting those jars. കർത്താവ് പറയാ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്ക. And the Lord is saying, fill the jars with water. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? Did you pay attention to one thing? അകത്തും എംപ്റ്റിയാ പുറത്തും എംപ്റ്റിയാ. It was empty inside, it was empty outside. അകത്ത് നിറച്ചു വച്ചതിനകത്തും കാലിയായി, പുറത്ത് നിറച്ചു വച്ചതിനകത്തും കാലിയായി. It was filled inside and outside, and both were empty. പക്ഷേ കർത്താവ് അവഗണിക്കപ്പെടുന്ന പാത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ പോവുക. But the Lord was going to take care of the jars which were neglected. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ നിങ്ങൾ നോക്കിക്കോ. Right from the birth of Jesus, അവഗണിക്കപ്പെട്ടവർക്കൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് കർത്താവാണ്. if there was a leader for people who were neglected, that was Lord Jesus Christ. ശമരിയ അവഗണിക്കപ്പെട്ട പട്ടണമാണ്. Samaria was a neglected town. ശമരിയക്കാർ അവഗണിക്കപ്പെട്ടവരാണ്. Samaritans were neglected. പക്ഷെ അങ്ങോട്ട് കേറി പോയത് കണ്ടോ? But you see Jesus going through there. നസ്രയത്ത് അവഗണിക്കപ്പെട്ട സ്ഥലമാണ്. Nazareth was a neglected place. ചോദിക്കാറുണ്ട് അവിടുന്ന് വല്ല നന്മയും വരുമോ? And people would ask what good can come out of Nazareth. അവിടേക്ക് അവന്റെ കരം നീട്ടിയത് കണ്ടോ? But he was stretching forth his hand towards Nazareth. അങ്ങനെ നമ്മൾ കർത്താവിന്റെ എല്ലാ ലൈഫും പഠിച്ചാൽ, And when you study the life of Jesus, എവിടൊക്കെ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നു, wherever you feel people are neglected, അവിടെല്ലാം കർത്താവ് കടന്നു ചെന്നിട്ടുണ്ട്. Jesus would have entered those places. ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ കഴിക്കാൻ സമയം എടുത്തിട്ടുണ്ട്. And he would have taken time to eat with wicked people. ടാക്സ് കളക്ടേഴ്സ് അവഗണിക്കുന്ന വെറുക്കപ്പെട്ടവരാണ്. And tax collected were hated and neglected. അവരെയും വിളിച്ചിറക്കാൻ കർത്താവ് ചെല്ലുകയാണ്. But Jesus was ready to go call them as well. ആത്മീക ജീവിതത്തിൽ ആര് നമ്മളെ അവഗണിച്ചാലും, In our spiritual life, even though everybody neglects us, പരിഗണനയുടെ ഒരു സമയമുണ്ട്. there would come a time of acceptance. കർത്താവിന്റെ കണ്ണ് നമ്മളിൽ പതിയുന്ന ഒരു സമയമുണ്ട്. There would come a time when the eyes of the Lord will be fixed on us. രാവിലെ ഞാൻ പറയട്ടെ, കർത്താവിനായി കാത്തിരിക്കുക. This morning I want to tell you, wait for the Lord. ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. And the Lord said, fill these jars with water. എനിക്ക് അവിടുത്തെ ആ സെർവൻസിനെ ഇഷ്ടപ്പെട്ടു. And I like the servants who were ആ there. ബാല്യക്കാർ ഇങ്ങനെ വെള്ളം കോരി നിറയ്ക്കാൻ തുടങ്ങും. And the servants were taking the water and filling it. വെള്ളം കോരി നിറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. And they don't know what will happen after filling the jars. ഇപ്പൊ കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, വെള്ളം നിറയ്ക്കുക. Jesus has said only one thing, fill the jars with water. അവിടെ അവർ വെള്ളം നിറച്ചു. And they filled the jars. ഇനി അവർ വെയിറ്റ് ചെയ്യുക. And they were waiting now. എന്താ പറയാൻ പോകുന്നത്? What is he going to say now? കർത്താവ് പറഞ്ഞ അടുത്ത പദം എന്തുവെന്നറിയാമോ? And what did Jesus say? ഇത് കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ കൈ കൊടുക്കാം. Jesus says, draw some of it and give it to the master of the feast. അവിടെ ഒരു പദം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. And a word is highlighted there. ഈ വെള്ളം കൊണ്ടുചെന്ന് വിരുന്നുവാഴിക്ക് കൊടുക്കുമ്പോൾ, When they gave this water to the master of the feast, ഇത് ബാല്യക്കാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല ഇത് എവിടുന്ന കൊണ്ടുവന്നതെന്ന്. and the only servants knew where this water came from. കാരണം കൽപാത്രത്തിലെ വെള്ളം ആണെന്ന് അറിഞ്ഞാൽ വിരുന്നുവാഴി അവരെ ചവിട്ടി പുറത്താക്കും. If the master of the feast knows that this water is coming from those stone jars, they will kick them out. കാരണം അത് പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള വെള്ളം. Because that water is for ഇത് purification. കുടിക്കാനുള്ള വെള്ളമല്ല. It's not the water to drink. പക്ഷെ എന്താ നടന്നെന്ന് ബാല്യക്കാർക്ക് അറിയാം. But the servants know what happened. എനിക്ക് അവരോട് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണമെന്നുണ്ട്. And I really want to appreciate those servants. അവരത് കോരി അവിടെ കൊണ്ടു കൊടുത്തു. And they drew that water and gave it to the master of the feast. അവിടെ രുചിച്ചു നോക്കിയപ്പോൾ, When the master of the feast tasted the water, അത് വൈനാ.
it becomes wine. അത് വീഞ്ഞായി മാറി. It became wine. എപ്പോഴാ അത്ഭുതം നടന്നു? When did the miracle happen? കൈ വീശിയില്ല, He did not raise his hand. വെള്ളത്തിൽ തൊട്ടില്ല, Jesus did not touch the water. വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞില്ല. He did not say, let it heal. എപ്പോഴാ അത്ഭുതം നടന്നു? When did the miracle happen? എപ്പോഴാ അത്ഭുതം നടക്കും? When did miracle happen? വിലാപ വീട്ടിൽ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണും. In the house of lament, Jesus said, if you believe, you will see my glory. പക്ഷെ വിരുന്നു വീട്ടിൽ But in the house of celebration, വിശ്വസിച്ചാലല്ല, not when you believe, അനുസരിച്ചാൽ. when you obey. അനുസരിച്ചപ്പോൾ അത്ഭുതം നടക്കുക. When they obeyed, they saw the miracle. പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നത് And in our life nowadays, many miracles are not happening. വിശ്വാസത്തിന്റെ കുറവല്ല, It's not because of lack of faith, പക്ഷെ അനുസരിക്കാൻ പറ്റുന്നില്ല. because we are not able to obey. അനുസരിക്കാൻ കഴിയാത്ത ഒരു അനുസരണക്കേടിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. And there is a spirit of disobedience which is prevalent now. പിന്നെ പുള്ളി പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്നെന്തുവാ? Do I need to do if he tells me? പിന്നെ അവര് പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്നെന്തുവാ? If he says something, do I need to listen? ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കൂ. I will only obey the Lord. അങ്ങനെയല്ല വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. That's not how the Holy Bible teaches us. എവിടെ അനുസരണക്കേടിന്റെ ആത്മാവുണ്ടോ, And wherever there is a spirit of disobedience, അനുസരണത്തിന് ഭയങ്കര പവറാകട്ടോ. and there is so much power in obedience. അതുകൊണ്ടാണ് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് ശമൂവേൽ പ്രവാചകൻ And പറയുന്നു. Samuel said it is better to obey than sacrifices. അത്ഭുതം നടന്നത് കൈവീശിയപ്പോഴല്ല, And miracles did not happen when he was raising his വെള്ളത്തിൽ hand. കൈവച്ചപ്പോഴല്ല, It was not when he touched the water, അവ വീഞ്ഞാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴല്ല. not when he said let it become wine. എപ്പോഴാണ് അത്ഭുതം നടന്നത്? When did miracle happen? അനുസരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. And there is a Lord who will do miracles for people who start obeying. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, Not just people who believe in him, അനുസരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന. but the one who does miracles for people who obey. പക്ഷേ രുചിച്ചപ്പോഴാണ് അറിഞ്ഞത്. But when he tasted, he understood. ഇവിടെ പാത്രം പഴയ പാത്രം തന്നെ. Here the stone jars are old jars. ഇപ്പോഴും അതിന്റെ പേര് കൽപാത്രം. Now also it's called stone jars. ഇപ്പോഴും പേര് തോമസ് എന്ന് തന്നെ. Now also the name is Thomas. ചാക്കോ എന്ന് തന്നെയാ. Name is Chaco. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ചാക്കോ. Before being saved, he was named same name. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും ചാക്കോ. After being saved, his name is. പാത്രം മാറിയിട്ടില്ല. These jars have not changed, പക്ഷേ മാറ്റമാകത്താ സംഭവിച്ചേക്കുന്നത്. but the change has happened inside. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിരിക്കുന്നത് ആകത്താ. The power of the Lord has come inside. അത് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ More than what your eyes can അത് see. രുചിക്കാൻ പറ്റവണ്ണം, As you can taste it, അത് അനുഭവിക്കാൻ തക്കവണ്ണം you need to experience that, ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. and that transformation is immense. പലപ്പോഴും നമ്മൾ പാത്രം നല്ലതാക്കാൻ നോക്കും. Sometimes we try to make the stone jars beautiful. മേലോട്ടിരിക്കുന്ന മീശ താഴോട്ട് വെച്ച് ആത്മീയരാകാൻ നോക്കും. We might change us in our mustache and try to become spiritual. എല്ലാ മീശയും ക്ലീൻ ഷേവ് ചെയ്താൽ ആത്മീയരാകുമെന്ന് വിചാരിക്കുന്നു. We sometimes think if we clean shave, we can become spiritual. ഒരു വലിയ ഉടുപ്പ് വെള്ളയിട്ടാൽ ആത്മീയരാകാം. We think if we wear white clothes, we can become spiritual. പാത്രത്തിലല്ല സൗന്ദര്യം വരുത്തണ്ടേ. It's not, you don't need to make a beautified. പാത്രമല്ല മാറണ്ടേ. Your outside should not change, പാത്രത്തിനകത്ത് മാറ്റം നടക്കണ്ടേ. but the transformation should happen in your inside. ഇതാ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതം. And this is the miracle of the Heavenly Father. ഇത് നമ്മുടെ അടുത്ത് വരുന്നവർ, നമ്മളെ അനുഭവിക്കുന്നവർ തിരിച്ചറിയട്ടെ. And people who come to us and who experience us, let them understand this. കൽപാത്രം വീഞ്ഞുപാത്രമായി. And the stone jars became wine jars. വെള്ളം വീഞ്ഞായി. Water became wine. കഴുകുന്ന വെള്ളം കുടിക്കുന്ന വെള്ളമായി. The purification water became drinking water. ആ ശൂന്യമായ പാത്രം നിറഞ്ഞ പാത്രമായി. The water that was empty became filled. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നിടത്ത് ആരും പഴയ അവസ്ഥയിൽ ഇരുന്നിട്ടില്ല. അവരുടെ ശൂന്യത മാത്രമേ അവർ നിറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് മാറിയിട്ടുണ്ട്. അവരുടെ നിറം മാറിയിട്ടുണ്ട്. അവരുടെ ഗുണം മാറിയിട്ടുണ്ട്. ഈ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളിൽ മഹത്വം വെളിപ്പെട്ടിട്ടില്ല. And when the glory of the Lord has appeared, there are certain changes happen in their inside. There things have changed. If those inner changes have not happened, the glory has not revealed in your life. Praise God. Hallelujah. Praise God. വെള്ളം നേരത്തെ നോക്കിയാൽ അതിന് നിറമില്ല.
When they looked at the water before, there was no change in the color of the പക്ഷേ water. വീഞ്ഞിനൊരു നിറമുണ്ട്, But there is a color in the wine. വെള്ളത്തിനൊരു മണമില്ല. And the water did not have any smell. പക്ഷേ വീഞ്ഞിനൊരു മണമുണ്ട്, But wine has a smell. വെള്ളത്തിനൊരു രുചിയില്ല. There is no taste in the പക്ഷേ water. വീഞ്ഞിന് രുചിയുണ്ട്. But wine has taste. എവിടെ അത്ഭുതം നടന്നതെന്നറിയാമോ? Where did miracle happen? അകത്താണ് അത്ഭുതം നടന്നത്. Miracle happened in the inside. പെന്തക്കോസ്ത് സഭകൾ ഇനി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ If the Pentecostal churches have to be blessed, പുറമെയുള്ള പ്രഹസനങ്ങൾ അവസാനിപ്പിച്ച് അകത്തളങ്ങളിൽ രൂപാന്തരത്തിന് വേണ്ടി ഒരുങ്ങ. the outward appearances have to change, and there needs to be a change in the inside. ദൈവത്തിന്റെ മഹത്വം തിളങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? അകത്ത് മാറ്റം സംഭവിക്കുമ്പോഴാ. Do you know when the God's glory shine? When changes happen in the inside. ഇവിടെ ഈ അത്ഭുതത്തിന്റെ അർത്ഥം ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. And one person is describing the meaning of this miracle. ആ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? When you read verse 10. നല്ല വീഞ്ഞ് ലാസ്റ്റ് വരെ നീ സൂക്ഷിച്ചു വെച്ചു. But you have kept the good wine until the last time. ഓരോ അത്ഭുതത്തിലും, In every miracle, ഓരോ അധ്യായങ്ങളിലും in every chapter, യേശുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? are you seeing Jesus? 1-ാം അധ്യായത്തിൽ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. And in the first chapter you're seeing, behold the Lamb of God who takes away the sin of the 3-ാം world. അധ്യായത്തിൽ ഉയർത്തിയ പിച്ചള സർപ്പം. And you're seeing the bronze serpent who's lifted up. 4-ാം അധ്യായത്തിൽ ജീവജലം. And in chapter 4 he's the living water. 2-ാം അധ്യായത്തിലെ വീഞ്ഞ് അത് ക്രിസ്തുവാ. And in the chapter 2 wine is Jesus. ആർ ചോദ്യമായി ഇവിടെ ചോദിച്ചത്? And that question they are asking here. ഈ ബെസ്റ്റ് ഈ ലാസ്റ്റ് വരെ നീ വെച്ചിരുന്നോ? The best you have kept until the last time. സ്വർഗം തന്ന ഏറ്റവും ബെസ്റ്റ്, What the heaven has given, the very best. the last. It was the last. ഇനി നമുക്ക് തരാൻ സ്വർഗത്തിൽ ഇല്ല കേട്ടോ. There is nothing else to be given from heaven now. ഇനി നമുക്ക് തരാൻ ഇതിലും വലിയൊരു ബെസ്റ്റ് ഇല്ല കേട്ടോ. There is nothing best than what heaven has given us. തന്റെ ഏകജാതനെ, He has sent his only begotten son. ഏറ്റവും ബെസ്റ്റ് ആയതിനെ, The very best. ന്യായാധിപന്മാരെ തന്നു, God has given judges, പ്രവാചകന്മാരെ തന്നു, given us prophets, പുരോഹിതന്മാരെ തന്നു, given us priests, രാജാക്കന്മാരെ തന്നു, given us kings, യാഗങ്ങൾ തന്നു, given us sacrifices, ഉത്സവങ്ങൾ തന്നു, given us festivals. പൗലോസ് പറയുകയാണ്, And Paul says, പണ്ട് ഭാഗമായിട്ടോ, in part by part, വിവിധമായിട്ടോ, in different time, in different, ദൈവം നമുക്ക് പല കാലങ്ങളിൽ ഇടപെട്ടു. and God has ministered to us in different times. നമുക്ക് തരേണ്ടതൊക്കെ തന്നു. God has given us, പക്ഷേ ഈ അന്ത്യകാലത്ത് but in this last time, തന്റെ ഏറ്റവും best, and he has given us very best. last ആണെങ്കിലും Even though it was the last, യേശുക്രിസ്തുവാണ് best. Jesus Christ is the best. ഇനി വേറൊന്നും തരാൻ സ്വർഗ്ഗത്തിലില്ല. And there is nothing more the heaven can give you. നഷ്ടപ്പെടുന്ന ലോകത്തിന്, In this world which is being നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്, and this world that is been destroyed, തരാൻ ഇനി സ്വർഗ്ഗത്തിലൊന്നുമില്ല. and heaven cannot give you anything else. ഏറ്റവും last ആയി നമുക്ക് തന്നത്, And he has given us what is the last, തന്റെ ഏറ്റവും best ആണ്. and his very own best. ഇത് നിങ്ങൾ സ്വീകരിക്കാതെ പോയാൽ, If you do not accept this, ഇത് നിങ്ങൾ അംഗീകരിക്കാതെ പോയാൽ, if you do not accept this in your ഈ life, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കാതെ പോയാൽ, if you do not love this God, ഇനി സ്വർഗ്ഗത്തിനൊന്നും തരാനില്ല. heaven cannot give you anything else. അതുകൊണ്ടാണ് അവിടുത്തെ ചീഫ് ചോദിക്കുന്നത്, And that's why master of the feast is asking there, ബെസ്റ്റ് ആയത് നീ ലാസ്റ്റ് വരെ വെച്ചോണ്ടിരുന്നോ? you have kept this best wine until the last time. ഈ ബെസ്റ്റ് ആയത് നീ ലാസ്റ്റ് വരെ വെച്ചോണ്ടിരുന്നോ? This best you have kept it until now. സ്വർഗം ഏറ്റവും ബെസ്റ്റ്, Heaven has given its very own best. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് തരികയാണ്. He is giving us in the last times. നശിക്കുന്ന ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, And this humanity which is being getting destroyed, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, and for this lost humanity, ഇനി സ്വർഗ്ഗത്തിൽ തരാൻ വേറൊന്നുമില്ല. heaven does not have anything else to give. ഒരു വെള്ളം വീഞ്ഞാക്കുക എന്നുള്ളതല്ല കർത്താവിന്റെ ഉദ്ദേശം. And it was not the purpose of the Lord to turn water into wine. ഈ അത്ഭുതത്തിലൂടെ കർത്താവിന് ഒരു മെസ്സേജ് പറയാനുണ്ട്. And through the sign, the Lord wanted to give a message I am the best God provided for you. that I am the best that the Lord has provided for you, I am the last. and I am the last.
ഇനി സ്വർഗത്തിന് പാപികൾക്ക് വേണ്ടി തരാൻ വേറൊന്നില്ല. And heaven does not have anything else to give for sinners. ഈ കർത്താവ് ഇല്ലാത്ത യാത്ര നമ്മുടെ ജീവിതം യാതൊരു വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടതല്ല. The journey without this Lord, our journey in this life can never be blessed. അവിടെ നമുക്ക് കാണുന്നത്, And here we see, ഈ അത്ഭുതം കഴിഞ്ഞപ്പോ after this miracle had happened, ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. disciples believed in him. വിരുന്നു വീട്ടിൽ അത്ഭുതം കണ്ടപ്പോൾ When they saw the miracle in the wedding, ശിഷ്യന്മാർ വിശ്വസിച്ചു. disciples believed in him. വിലാപ വീട്ടിൽ അത്ഭുതം നടന്നപ്പോൾ When miracle happened in the house of lament, അവിടെ യഹൂദന്മാർ വിശ്വസിച്ചു. the Jews believed in him. ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോൾ Whenever any miracle happened, ചില വിശ്വാസങ്ങളുടെ വാതിലുകൾ തുറക്കുകയും some doors of believing will open. ഇന്നും നമ്മുടെ കർത്താവ് And today also our Lord, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. He is doing signs and wonders. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, But one more thing I want to tell you, സ്വർഗം തന്ന ഏറ്റവും ബെസ്റ്റ് the best thing that the heaven has given, ലാസ്റ്റ് വരെ വെച്ചതാണ്. He kept it until the last time. ഈ തലമുറയിൽ നമുക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. And we have the privilege to experience in this generation. സ്വർഗത്തിന്റെ ബെസ്റ്റിനെ അനുഭവിക്കാൻ We have been able to experience the best of heaven സ്വർഗത്തിന്റെ ലാസ്റ്റിനെ അനുഭവിക്കാൻ and to experience the last of heaven. ദൈവം നമുക്കൊരു അവസരം തന്നല്ലോ. God has given us this privilege നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, in our spiritual life, നമ്മുടെ ഈ യാത്രയിൽ in our journey. കർത്താവിനെ അവഗണിച്ച് യാത്ര ചെയ്യരുത്. We should not neglect the Lord and His journey in this. സ്നേഹിക്കാവുന്നിടത്തോളം കർത്താവിനെ സ്നേഹിക്കുക. You should love the Lord as much you can love Him. ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, Whatever difficulties come in your life, ഏത് പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോഴും, whatever problems you face in your life, ഒരിടത്തെ പരിഹാരമുള്ളൂ. there is solution in only one place. 1000 പേര് നമ്മുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലും, Even though we have 1,000 people as friends in Facebook, ഒരാൾക്ക് പരിഹാരം തരാൻ പറ്റും. only one person can give you solution. ഒത്തിരി കമന്റ്സുകൾ നിങ്ങൾ ഏതെങ്കിലും ഇട്ടാൽ താഴെ എഴുതാൻ ആളുകൾക്ക് പറ്റും. You might put a lot of comments and people might write there below that, പക്ഷേ പരിഹാരം കർത്താവിന്റെ കയ്യിലാണ്. but solution only the Lord can give. നമ്മുടെ പ്രതിസന്ധിയിൽ കമന്റ്സ് അല്ല വേണ്ട കേട്ടോ. In our opposition and struggles, we don't need comments. ആളുകളുടെ കമന്റ്സ് അല്ല നമുക്ക് വേണ്ടത്. We don't need comments of people. ഒരു പരിഹാരമാണ് വേണ്ടത്. We need a solution. അത് നമ്മുടെ കർത്താവിന്റെ അടുത്തുണ്ട്. And that is in my Jesus' hand. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Can we all stand up in God's presence? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ആ കൽപാത്രത്തെ വീഞ്ഞു പാത്രമാക്കിയെങ്കിൽ, ശൂന്യപാത്രത്തെ നിറഞ്ഞ പാത്രമാക്കിയെങ്കിൽ, അകത്ത പാത്രത്തെ പുറത്തെ പാത്രത്തെ അകത്ത പാത്രമാക്കി മാറ്റാൻ പറ്റിയെങ്കിൽ, കഴുകാൻ വെച്ചിരുന്ന വെള്ള പാത്രം അത് കുടിക്കാനുള്ളതാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ഏതവസ്ഥയും മാറ്റാൻ ദൈവത്തിന് പറ്റും. നിങ്ങൾ തന്നെ പുറകോട്ട് പോകരുത്. നിങ്ങൾ തന്നെ നിരാശപ്പെടരുത്. നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞ് താഴോട്ട് പോകരുത്. സ്ഥിതി മാറ്റുന്നവൻ ദൈവമോ? അവസ്ഥ മാറ്റുന്നവൻ ദൈവമോ? ഹല്ലേലൂയ ജീസസ്.